2024 നീറ്റ് UG എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇൻഫർമേഷൻ ബുള്ളറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ. അതിലാദ്യം അതിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ നോക്കുക. രജിസ്ട്രേഷൻ, അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 9 തുടങ്ങി മാർച്ച് 9 വൈകിട്ട് 5 മണി വരെയാണ് രജിസ്ട്രേഷൻ. ഫെബ്രുവരി 9 തുടങ്ങി മാർച്ച് 9 വരെ. ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് സമയം 9, അതായത് മാർച്ച് 9 രാത്രി 11:50 വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. കറക്ഷൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കും. ഫീ പേ ചെയ്യേണ്ടത് ജനറൽ കാറ്റഗറിയും NRIയും 1700 രൂപയാണ്. എന്നാൽ ജനറൽ കാറ്റഗറി EWS അതേപോലെ OBC NCL, ജനറൽ കാറ്റഗറിയിലെ EWSഉം OBCയിലെ NCLഉം ഒക്കെ 1600 രൂപയാണ് അടയ്ക്കേണ്ടത്. OBC NCL അല്ലാത്ത ക്രിമിലെയർ കാറ്റഗറിയിൽ വരുന്നവർ 1700 തന്നെ അടയ്ക്കണം. EWS അല്ലെങ്കിൽ NCL കാറ്റഗറി 1600 അടച്ചാൽ മതി. SC ST ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, തേർഡ് ജെൻഡർ കാറ്റഗറിയൊക്കെ 1000 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇതാണ് ഫീസ്, രജിസ്ട്രേഷൻ ഫീ. അതേപോലെ എക്സാം സിറ്റി പബ്ലിഷ് ചെയ്യുന്നതൊക്കെ പിന്നീടാണ്. അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പിന്നീട് അറിയിക്കും. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ മെയ് 5 എക്സാമിൻ്റെ ഡ്യൂറേഷൻ 200 മിനിറ്റാണ്. 3 മണിക്കൂർ 20 മിനിറ്റ്, അതായത് 200 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 180 ആണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ എൻഡിൽ പറയാം. രജിസ്ട്രേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമാണുള്ളത്. രജിസ്ട്രേഷൻ്റെ സൈറ്റ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, exam.nta.ac.in ആണ് സൈറ്റ്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കുട്ടിക്ക് ഒരു വാലിഡ് ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും ഉണ്ടാവണം. കുട്ടിയുടേതോ ഗാർഡിയൻ്റേതോ ഉപയോഗിക്കാം. രജിസ്ട്രേഷൻ ഡീറ്റെയിൽ നോക്കുക. ആദ്യം നിങ്ങൾ ഒരു ബേസിക് രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ ഫോം ഇനിഷ്യലി ബേസിക് ഡീറ്റെയിൽ കൊടുത്തുകൊണ്ട് ഒരു ലോഗിൻ ID, അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കിട്ടി ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി എല്ലാ ഡീറ്റെയിലും വേണം, പ്ലസ് ചില ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അതിൽ ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് NCL അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒന്നും വേണ്ട. വേണ്ടത് കുട്ടിയുടെ ഫോട്ടോഗ്രാഫ്, അത് പാസ്പോർട്ട് സൈസും പോസ്റ്റ് കാർഡും വേണം. 2 കൈകളുടെയും മുഴുവൻ 10 വിരലും സ്കാൻ ചെയ്യണം. അതേപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ ഡോക്യുമെൻറ്റുകളും ചെയ്യണം. അതുപോലെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും കൊടുക്കണം. അതിൽ ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട സാധനങ്ങൾ, റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് ഐദർ ഇൻ കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെറ്റർ കളർ തന്നെ ചെയ്യുകയാണ് നല്ലത്. ചെവി കാണുന്ന രീതിയിൽ, നേരെ ഫ്രണ്ടിൽ നിന്ന് എടുത്തതായിരിക്കണം. ചെവി മറയത്തക്ക രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കരുത്, നേരെയുള്ള ഫോട്ടോ ആയിരിക്കണം. അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാവണം. അതിൻ്റെ താഴെ പേരും ഡേറ്റും വേണം. ഈ ഫോട്ടോയുടെയും ബാക്കി ഡീറ്റെയിലിൻ്റെയും എല്ലാം ഒരു റെപ്ലിക്ക, ഒരു സാമ്പിൾ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കാം. അതേപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിൻ്റെ 2 കൈകളുടെയും മുഴുവൻ വിരലുകളുടെയും സ്കാൻഡ് ഇമേജ് അതുണ്ടാവണം, ഇംപ്രഷൻ ഉണ്ടാവണം. അതിൻ്റെ സൈസ് നോക്കുക. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 10 to 200 KB ആയിരിക്കണം. പോസ്റ്റ് കാർഡ് സൈസിൻ്റേത് 10 to 200 KB, അതും ആ സൈസ് തന്നെ. അതേപോലെ സിഗ്നേച്ചർ 4 to 30 KB ആണ്. ഫിംഗർ തമ്പ് ഇംപ്രഷനൊക്കെ 10 to 200 KB ആണ്. അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ഡോക്യുമെൻ്റ് 50 to 300 KB ആയിരിക്കണം. ഈ ഡീറ്റെയിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സ്റ്റെപ്പ് 1ഉം രജിസ്ട്രേഷനും അപ്ലിക്കേഷനും ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫീ പേ ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ഫീ എത്രയാണെന്നുള്ളത്. ആ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായി ചെയ്ത് അതിൻ്റെ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് അത് വേണ്ടി വരും, അതും നിർബന്ധമായിട്ടും ചെയ്യണം. ഇനി എക്സാമിൻ്റെ ഡീറ്റെയിൽ നോക്കിയാൽ മുൻ വർഷത്തേതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയിൽ നിന്ന് 2 സെക്ഷനാണ്. എല്ലാ സബ്ജക്റ്റിനും 2 സെക്ഷൻ വീതമാണ്. ഈ 4 സബ്ജക്റ്റിലും 2 സെഷൻ വീതം. ഫസ്റ്റ് സെഷനിൽ 35 ക്വസ്റ്റ്യൻ, 35ഉം ചെയ്യണം. രണ്ടാമത്തേതിൽ 15 ക്വസ്റ്റ്യൻ, അതിൽ 10 എണ്ണം ചെയ്താൽ മതിയാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, ഏതെങ്കിലും 10 എണ്ണം ചെയ്താൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 10 എണ്ണമാണ്. ആദ്യത്തെ വെച്ചാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആദ്യത്തെ 10 ആണ് അവർ വാല്യൂ ചെയ്യുക. ഓക്കെ, നെഗറ്റീവ് മാർക്കുണ്ട്. കറക്റ്റ് ആൻസറിന് 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. തെറ്റിയാൽ -1 ആണ്. അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 0 ആണ്. അത് ഓർക്കുക. എക്സാമിന് മുമ്പ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീണ്ടും തരാം. ഇനി മോഡ് ഓഫ് എക്സാമിനേഷൻ പെൻ ആൻഡ് പേപ്പറാണ്. സാധാരണ പോലെ OMR ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഡ്യൂറേഷൻ 3 മണിക്കൂർ 20 മിനിറ്റ് ആണെന്ന് പറഞ്ഞു. മീഡിയം ഇംഗ്ലീഷിലുമുണ്ട്, അതേപോലെ 13ഓളം ലോക്കൽ ലാംഗ്വേജുകളിലും വരും.
ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷും അല്ലെങ്കിൽ നിങ്ങൾ മലയാളം ചൂസ് ചെയ്താലും നിങ്ങൾക്ക് ബൈലിംഗ്വൽ. വേറെ ഇംഗ്ലീഷ് അല്ലാത്ത ഏത് ലാംഗ്വേജ് എടുത്താലും ആ ക്വസ്റ്റ്യനിൽ ഇംഗ്ലീഷും പ്ലസ് നിങ്ങൾ സെലക്ട് ചെയ്ത ലാംഗ്വേജുമായിരിക്കും ഉണ്ടാവുക. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യാൻ സാധ്യത. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അതാണ് ഫൈനൽ. എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാൽ അവിടുത്തെ ഇംഗ്ലീഷ് വേർഷൻ ഫൈനലായിട്ട് കൺസിഡർ ചെയ്യുമെന്നാണ്. ഇനി അവിടുത്തെ ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് നോക്കിയാൽ അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല, ഏത് പ്രായക്കാർക്കും എഴുതാം. എന്നാൽ ലോവർ ഏജ് ലിമിറ്റ് 17 വയസ്സാണ്. അതായത് 17 വയസ്സ് തികഞ്ഞിരിക്കണം. അപ്പർ ഏജ് ലിമിറ്റ് എന്തുമായിക്കോട്ടെ. അതായത് ഡിസംബർ 31, 2007 ഡിസംബർ 31 അതിന് മുമ്പോ ഓൺ ഓർ ബിഫോർ അതിന് മുമ്പോ ജനിച്ചവരായിരിക്കണം. അതാണ് ഏജ്. 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ എലിജിബിലിറ്റി കോഡ് ചോദിക്കും. അതായത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഷം എഴുതാൻ പോകുന്ന കുട്ടികൾ കോഡ് 1 ആണ് കൊടുക്കേണ്ടത്. അതേസമയം റിസൾട്ട് വന്ന കുട്ടികൾ കോഡ് 2 ആണ്. ഇങ്ങനെ കുറേ കോഡുണ്ട്. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേറെയാണ് കോഡ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നുകിൽ +2 അപ്പിയറിങ്ങോ അല്ലെങ്കിൽ +2 പാസ്സായി റിപ്പീറ്റ് ചെയ്യുന്നവരോ ആയതുകൊണ്ട് ഞാൻ ആ 2 കൂട്ടർക്കും പറഞ്ഞതാണ്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഷം എഴുതാൻ പോകുന്നവർക്ക് കോഡ് 1ഉം +2 പാസ്സായ കുട്ടികൾക്ക് റിപ്പീറ്റേഴ്സിനുമൊക്കെ കോഡ് 2ഉമാണ്. ഒരിക്കൽ കൂടി ഞാൻ ആ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ പറയുന്നു. രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ കുട്ടിയുടെ പേര്, അമ്മയുടെ പേര്, അച്ഛൻ്റെ പേര്, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ കൊടുക്കുക. ഐഡൻറ്റിഫിക്കേഷൻ ടൈപ്പ് ഏതെങ്കിലും ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. പാസ്പോർട്ടിൻ്റെ നമ്പർ വേണമെങ്കിൽ ഉപയോഗിക്കാം. മൊബൈൽ നമ്പറും ഇമെയിൽ, ഒരു വാലിഡ് ആയിരിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും പിന്നെ നിങ്ങളുടെ ഡീറ്റെയിലും ഒക്കെ കൊടുത്ത് ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷമാണ് അപ്ലിക്കേഷനിൽ നിങ്ങൾ ബാക്കി എല്ലാ ഡീറ്റെയിലും, അതായത് നിങ്ങളുടെ കാറ്റഗറി, അതേപോലെ നിങ്ങളുടെ സെൻറ്റർ ചൂസ് ചെയ്യുന്നത്, സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത്, അങ്ങനെ വേണ്ട എല്ലാ കണ്ടീഷൻസും പിന്നീടാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന കൂടെ തന്നെയാണ് നിങ്ങൾ എക്സാമിനേഷൻ സിറ്റി ചൂസ് ചെയ്യേണ്ടത്. അതേപോലെ മീഡിയം ഓഫ് ക്വസ്റ്റൻ ഏത് മീഡിയത്തിലാണ്, അതേപോലെ അക്കാഡമിക് ഡീറ്റെയിൽ +1, 10ൻ്റേത്, +1ൻ്റേത്, +2ൻ്റേത്, അങ്ങനെയുള്ള ഡീറ്റെയിലുകളൊക്കെ ചെയ്യണം. നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ, അതായത് സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതുപോലെ ഞാൻ പറഞ്ഞു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം. പാസ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റ് കാർഡിൻ്റെയും പാസ്പോർട്ടിൻ്റെയും ഒക്കെ ഡീറ്റെയിൽ പറയുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ ആയാൽ മതി എന്ന് പറഞ്ഞാലും കളർ ചെയ്യുന്നതാണ് ബെറ്റർ. അതേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ ഫില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. കുട്ടിയുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, ഐഡൻറ്റിറ്റി ടൈപ്പ്, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അഡ്രസ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും കൊടുക്കണം. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എക്സാം കിട്ടേണ്ട അല്ലെങ്കിൽ എക്സാമിനേഷൻ എവിടെയാണ് എഴുതാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സിലോ, ഈ പ്രസൻറ്റ് അഡ്രസ്സിലോ പെർമനൻറ്റ് അഡ്രസ്സിനോ ഇതിനോട് ചുറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ സറൗണ്ടിങ്ങിനുള്ളതിലേക്ക് കിട്ടും. അതായത് നിങ്ങൾ എക്സാം സിറ്റി ചൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്രസ്സോ പ്രസൻറ്റ് അഡ്രസ്സോ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എവിടെയാണ് എക്സാം സിറ്റി വേണ്ടത് അതിനുള്ള, അതായത് ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിന് അനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് സിറ്റി ചൂസ് ചെയ്യാൻ പറ്റുക. ബാക്കി ഡീറ്റെയിൽ ഇതുപോലെ സ്റ്റേറ്റ്, പിൻകോഡ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും കൊടുക്കണം. പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. അതേപോലെ മൈനോറിറ്റി ഏത് കാറ്റഗറിയിലാണ് വരിക. പിന്നെ ഇവിടെ എക്സാം സിറ്റി ചോയ്സ് നിങ്ങൾക്ക് 4 ഓപ്ഷൻ, എക്സാം സിറ്റിയിൽ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാം. 4 ചോയ്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് ആദ്യം കൊടുക്കുക. അവിടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ചോയ്സ്, അവിടെ കിട്ടിയില്ലെങ്കിൽ തേർഡ് ചോയ്സ്, അങ്ങനെ 4 ചോയ്സും ഫില്ല് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ +1ൻ്റെയും +2ൻ്റെയും റോൾ നമ്പർ ഉൾപ്പെടെ പെർസെൻറ്റേജ് ഓഫ് മാർക്കും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഫില്ല് ചെയ്യേണ്ടതാണ്. അതേപോലെ +2ൻ്റെ ഡീറ്റെയിൽ, അതുപോലെ പേരൻറ്റിൻ്റെ ഇൻകം ഡീറ്റെയിൽ, ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആ ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഡോക്യുമെൻ്റ് അപ്ലോഡിങ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു പാസ്പോർട്ട്, പോസ്റ്റ് കാർഡ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷന്, ഫിംഗർ ഇംപ്രഷന് ഒക്കെ ചെയ്യണം. ഇതിലെ റിസർവേഷൻ ഡീറ്റെയിൽ നോക്കുക. അതായത് എക്സാം എഴുതി നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുമ്പോൾ ആ സീറ്റിൽ എന്തൊക്കെ റിസർവേഷനാണ് പരിഗണിക്കുക എന്ന് ചോദിച്ചാൽ SC കാറ്റഗറിക്ക് ടോട്ടൽ സീറ്റുകളുടെ 15%, ST കാറ്റഗറിക്ക് 7.5%, ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഓരോന്നിലും 5%, അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയുടെയും 5%, OBCക്ക് 27%, EWSന് 10%. ഈ നീറ്റ് ആർക്കൊക്കെയാണ് ബാധകമെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ എവിടെയും MBBS, BDS, അതേപോലെ ഓൾ ഇന്ത്യ കോട്ടയിലും സ്റ്റേറ്റിലുമൊക്കെയുള്ള ഹോമിയോ, ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ അങ്ങനെയുള്ള കോഴ്സുകൾ, മിലിറ്ററി നേഴ്സിംഗ് സർവീസിലെ BSc നേഴ്സിംഗ്, ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങളുടെ MBBS ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്ത്യയിൽ എവിടെയും അങ്ങനെ തന്നെയാണ്. അതുപോലെ ജിപ്മർ പോലുള്ള സ്ഥാപനത്തിൻ്റെ BSc നേഴ്സിംഗ്, ഇങ്ങനെ കുറേ കോഴ്സുകൾ ഈ നീറ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സിന് പ്രിപ്പയർ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന കുട്ടികളൊക്കെ നിർബന്ധമായിട്ട് നീറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വഴി. ഇനി എക്സാം സിറ്റീസ് നോക്കാം. കേരളത്തിൽ പത്തനംതിട്ട, കണ്ണൂർ,
വയനാട്, ആലപ്പുഴ, അങ്കമാലി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇടുക്കി, ഇങ്ങനെ ഏകദേശം 16ഓളം സെൻറ്ററുകൾ തന്നെ കേരളത്തിൽ എക്സാമിനുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 4 സിറ്റീസ് ചൂസ് ചെയ്യാം. അതുപോലെ കോഡുകൾ നോക്കുക. പേരൻറ്റിൻ്റെ ഒക്യുപ്പേഷൻ ചോദിച്ചിരിക്കുന്ന കോഡുകളിൽ അഗ്രികൾച്ചറിന് 1, ബിസിനസ്സിന് 2 ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ. അതുപോലെ ഇൻകം ഡീറ്റെയിലിൻ്റെ കോഡ്, അതുപോലെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ, പേരൻസിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിലിൻ്റെ കോഡ്, കാറ്റഗറിയുടെ കോഡ് SC, ST, OBC എന്നൊക്കെ പറഞ്ഞ് ഈ കോഡുകൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ആ പ്രോസ്പെക്ടസിൻ്റെ എൻഡിലുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ച് നോക്കിയാലും കിട്ടും. അപ്ലൈ ചെയ്യാൻ നേരത്തെ ഇതും ശ്രദ്ധിക്കുക. ഇനി ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ദാ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. ഒരു കളർ പാസ്പോർട്ട് സൈസാണ് ബെറ്റർ. 10 KB to 200 KB സൈസ് ഉണ്ടാവണം. JPG ഫോർമാറ്റിലായിരിക്കണം. ഈ ഫോട്ടോയുടെ താഴെ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും, അതായത് 2024 ജനുവരി 1 ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ താഴെ വയ്ക്കുന്ന ഡേറ്റും അങ്ങനെ തന്നെയായിരിക്കണം. അപ്പോൾ കുട്ടിയുടെ പേരും ആ ഫോട്ടോ എടുത്ത ഡേറ്റും ഇതിൻ്റെ താഴെ ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തേത് പോസ്റ്റ് കാർഡ് സൈസ്, അതേപോലെ തന്നെ 10 to 200 KB സൈസ്, JPG ഫോർമാറ്റ്. പോസ്റ്റ് കാർഡിൻ്റെ താഴെയും കുട്ടിയുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും ഉണ്ടാവണം. ഇനി ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ നോക്കുക. 10 to 200 KB സൈസ്, JPG ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ 10 പേരിലും ഒരു പേപ്പറിലേക്ക് ഇതേപോലെ ഇംപ്രഷൻ എടുക്കുക. ഞാൻ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതേപോലെ നിങ്ങളൊരു വൈറ്റ് ഷീറ്റിലേക്ക് ഇംപ്രഷൻ എടുക്കുക. എന്നിട്ട് ആ ഇംപ്രഷനാണ് സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് 2 ഹാൻഡിൻ്റെയും ഇംപ്രഷൻ ഒരേപോലെ എടുത്ത് അത് അപ്ലോഡ് ചെയ്യണം. അതേപോലെ 4 to 30 KBയിൽ വരുന്ന JPG ഫോർമാറ്റിൽ സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് പേരെഴുതിയതായിരിക്കരുത്, സിഗ്നേച്ചർ തന്നെയായിരിക്കണം. റണ്ണിങ് ലെറ്ററിൽ എഴുതിയ സിഗ്നേച്ചർ ഇങ്ങനെ തന്നെയായിരിക്കണം. ഒരു ബോക്സിൽ സൈൻ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് കയറ്റുക. അപ്പോൾ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യുമ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും ഡീറ്റെയിലും കൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവേണ്ടത്. ഓക്കെ, ബാക്കി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പർ ഉണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽ എത്തിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകൾ അറിയുവാൻ SDS അക്കാഡമിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ അമർത്തുക.